വലിയൊരു ഹദീസ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു മനോഹരമായൊരു ഹദീസാണിത്. ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിന, ഒരാളും ഒരു ഭർത്താവും ഒരു ഭാര്യയെ വെറുത്തു പോവരുത്. ഒരു ഭർത്താവും ഒരു ഭാര്യയെ വെറുത്തു പോവരുത്. ഒരു ഭാര്യയും ഒരു ഭർത്താവിനെ വെറുത്തു പോവരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, ഭാര്യയുടെ ഒരു സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഭാര്യയുടെ ഒരു വിശേഷണത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, റളിയ മിൻഹാ ആഖർ, അവളുടെ മറ്റൊരു സ്വഭാവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തേ പറഞ്ഞത്? ഭാര്യ കാണാൻ ചുറുക്കില്ലാത്തൊരു ഭാര്യയാണെന്ന് സങ്കല്പിക്കുക. കാണാൻ സൗന്ദര്യമൊന്നുമില്ല. നിങ്ങൾ വെറുക്കണ്ട, ആ പെണ്ണിനെ നിങ്ങൾ വെറുക്കണ്ട. എന്തേ? ആ പെണ്ണിന് നന്നായിട്ട് കുക്ക് ചെയ്യാനറിയാം, പാചകം ചെയ്യാനറിയാം. അപ്പുറത്തെ വീട്ടിൽ നല്ലൊരു സുന്ദരി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചായ വെക്കാൻ പോലും അറിയില്ല. അപ്പൊ ഏതാ മെച്ചേതാ? അതുകൊണ്ട് ഒരു സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ മൊത്തം നിങ്ങൾ ഇകഴ്ത്തണ്ട. അവളുടെ മറ്റു ചില സ്വഭാവങ്ങൾ നമ്പർ 1 ആണ്. ഭാര്യയുടെ സ്വഭാവം തീരെ പോരാ, വൃത്തികെട്ട സ്വഭാവമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് ഇന്നാലിന്ന് സാരി വേണം, ഇന്നാലിന്ന് ചെയിൻ വേണം, ഇന്നാലിന്ന് മാല വേണം, നെക്ലൈസ് വേണം എന്നിങ്ങനെ ആവശ്യപ്പെടുന്ന, എപ്പോഴും പരാതി പറയുന്ന ചില ഭാര്യമാരുണ്ടാകും. നിങ്ങൾ വെറുക്കണ്ട. ഒരുപക്ഷെ ആ പെണ്ണിന് നല്ല സൗന്ദര്യം ഉണ്ടാകും. നിനക്ക് കാണുമ്പോൾ, മുഖം കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടാകും. ഒരുപക്ഷെ സൗന്ദര്യമില്ല, സ്വഭാവവുമില്ല, സൗന്ദര്യമില്ല, പാചകം ചെയ്യാനും അറിയാത്ത പെണ്ണാണ്. പക്ഷേ നല്ല സ്വഭാവമായിരിക്കും. ഒരു നിലക്കും ഒരു സ്വഭാവവും ഒരു നന്മയില്ലാത്തൊരു പെണ്ണ് ലോകത്തുണ്ടാവില്ല, ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഒരു നന്മയില്ലാത്തൊരു പെണ്ണ് ലോകത്തുണ്ടാവൂല. പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്റെ പൊന്ന് ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞാൽ എന്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? മുകളിലുള്ള ആളെ നോക്കരുത്. എന്റെ ചങ്ങാതി കെട്ടിട്ടുണ്ട്, അവളുടെ ഭാര്യ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, അങ്ങനെ നോക്കരുത്. അവൾക്ക് നല്ല സ്വഭാവമാണല്ലോ, അത് നോക്കണ്ട. പുറത്ത് കാണുമ്പോ എല്ലാവരും നല്ല സ്വഭാവം തന്നെയാണ്, അല്ലെ? പുറത്ത് കാണുമ്പോ ആ ബൈക്കിൽ പോകുന്ന കാണുമ്പോ, കാറിൽ പോകുന്ന കാണുമ്പോ, ഇവിടുത്തെ ഇങ്ങനെ ഭാര്യ കുത്ത കണ്ടില്ല അവര് പോകുന്നത്. അവർക്ക് എന്ത് സ്നേഹ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, നിങ്ങൾ തുടക്കത്തിലേക്ക് എന്ത് സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു പരാതി പറയുന്നൊരു സ്വഭാവമുണ്ട് പെണ്ണുങ്ങൾക്ക്. ദയവ് ചെയ്ത് തിരുത്തുക. അതൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പൊ തീരെ സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക് നിങ്ങൾ നിർത്തി. ഒരു മാസമായാൽ ആ പഴയ സ്നേഹത്തിലേക്ക് ഭർത്താവ് തിരിച്ചെത്തും. മനസ്സിലായോ? പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടനെ എന്നും സംസാരിക്കും, എന്നും ഫോൺ വിളിക്കും, എന്നും കൂടെ സഞ്ചരിക്കുന്നൊക്കെ പറയും. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല, ഇപ്പൊ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാറില്ല എന്ന ഒരു പരാതി നിരന്തരം പറയുമ്പോ ഭർത്താക്കന്മാർക്ക് ആ പെണ്ണുങ്ങളോട് വെറുപ്പ് തോന്നി തുടങ്ങും. നിങ്ങളത് നിർത്തി, പരാതി പറയുന്നത് നിർത്തി. ഒരു മാസം നിങ്ങളൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ വിചാരിക്കുന്ന പഴയ സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് പരാതി നിർത്തുക. അതേപോലെ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു നിനക്ക് തന്നതിനെ നീ തൃപ്തിപ്പെടണം. ഇത് ഉപ്പയും ഉമ്മയുമല്ല ആലോചിക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. കാളിയോ നാട്ടിലുള്ള ഖതീബോ ഉസ്താദുമാരോ ബ്രോക്കറോ അല്ല തീരുമാനിക്കുന്നത്. അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വെച്ച ബന്ധമാണിത്. അള്ളാഹു മുമ്പേ നിശ്ചയിച്ചു വെച്ച ഭാര്യയാണിത്. നീ എത്ര തലകുത്തി മറിഞ്ഞാലും അള്ളാഹു കണക്കാക്കിയ പെണ്ണേ നിനക്ക് കിട്ടുള്ളൂ. പെണ്ണെ നിനക്ക് നീ അള്ളാഹു കണക്കാക്കിയ ഭർത്താവ് മാത്രമേ കിട്ടുള്ളൂ. നീ എത്ര തലകുത്തി മറിഞ്ഞ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും, എത്ര ബൈക്കെടുത്ത് ഏത് സ്കൂളിന്റെ പിന്നാലെ പോയാലും അള്ളാഹു കണക്കാക്കിയതല്ലാത്തൊരു പെണ്ണ് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹു നിനക്ക് കണക്കാക്കിയ പെണ്ണിനെയും അള്ളാഹു നിനക്ക് കണക്കാക്കിയ ആണിനെയും നീ തൃപ്തിപ്പെടണം. ഇദാ തസവ്വജത ഇംറഅതൻ, ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ ഫയജിബു അലൈക, നിനക്ക് നിർബന്ധമാണ്, അൻ തർലാ ബിഹാ സൗജതൻ ലക, നിന്റെ ഭാര്യയായി നിന്റെ ഭർത്താവായി അവളെ തൃപ്തിപ്പെടൽ നിന്റെ നിർബന്ധമാണ്. പിന്നെ മറ്റുള്ള പെണ്ണിനെ നോക്കണ്ട, സീരിയൽ നടിമാരെ നോക്കണ്ട, സിനിമാ നടിമാരെ നോക്കണ്ട, കളിക്കാരെ നോക്കണ്ട. നിനക്ക് അല്ലാഹു കണക്കാക്കിയതാണ്. പിന്നെ നീ നോക്കുന്നുവെങ്കിൽ നിന്നെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കിയേ. മുകളിലുള്ള ആളെ നോക്കണ്ട, താഴേക്കിടയിലുള്ള ആളെ നോക്ക്. അപ്പൊ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. പെണ്ണുങ്ങൾക്ക് പരാതി, എന്നെ ടൂർ കൊണ്ടുപോകുന്നില്ല, എന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നില്ല. ഇതിന്റെ പേരിൽ ഡിവേഴ്സ് നടന്നിട്ട് നിങ്ങൾക്കറിയോ?
ഭർത്താവിന് ബൈക്ക് റൈഡ് ചെയ്യാൻ അറിയുന്നില്ല എന്ന പേരിലൊക്കെ കേരളക്കരയിൽ പിന്നെ വിവാഹമോചനം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? കളവല്ല, തമാശയല്ല. ബൈക്ക് ഓട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ട? ബൈക്കല്ല, സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്ത ഭർത്താക്കന്മാർ താഴെ ഉണ്ടാകും. അത് നോക്ക്. അപ്പൊ മാഷാ അല്ലാഹ്, എന്റെ ഭർത്താവിന് കാർ അറിയുന്നുണ്ടല്ലോ, ഇവനെ പോലെ സൈക്കിളിലല്ലല്ലോ പോകുന്നത്, നടന്നിട്ടല്ലല്ലോ പോകുന്നത്. മാഷാ അല്ലാഹ്. എപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ നോക്കുക. എപ്പോഴും മുകളിലുള്ള ആളുകളെ നോക്കിയാൽ നിരാശ വർദ്ധിക്കും, ടെൻഷൻ വർദ്ധിക്കും. അള്ളാഹുവിന്റെ ഖലാഇൽ വിശ്വസിക്കുക. ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ്, ഇതല്ലാഹു എനിക്ക് കണക്കാക്കിയതാണെന്നൊരു വിശ്വാസം നമ്മൾക്കുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഒരിക്കലും എന്തുണ്ടാവൂല, പരസ്പരം വെറുക്കേണ്ട ഒരു സ്വഭാവം ഉണ്ടാവൂല. പെണ്ണുങ്ങൾ വിചാരിക്കാം ആണുങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, എന്നാൽ എല്ലാ കുറവെന്റെ ഭർത്താവിനില്ലല്ലോ. അപ്പുറത്തുള്ള വീട്ടിലുള്ള പുരുഷനില്ലാത്ത ഒരുപാട് മേന്മകൾ എന്റെ ഭർത്താവിനുണ്ട്, ഒരുപാട് നന്മകൾ എന്റെ ഭർത്താവിനുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പോ ഒരു സ്വഭാവത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും വെറുപ്പ് വന്നാൽ നമ്മൾ മറ്റൊരു സ്വഭാവം കണ്ടെത്തുക. ഒരു കാര്യത്തിൽ വെറുപ്പ് തോന്നിയാൽ മറ്റൊരു കാര്യത്തിൽ അവളെ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതുകൊണ്ട് ഒരാൾക്കും മറ്റൊരാളെ വെറുക്കാൻ അവകാശമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നാളെ വളരെ വിശാലമായി ഈ ഒരു വിഷയവും പിന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്കൊക്കെ നാളെ ഇൻഷാ അല്ലാഹ് പോകാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.